നിതിൻ കണിച്ചേരി, പാലക്കാട് നല്ല പറ്റിയ മണ്ണാണ് എന്നൊരു തോന്നൽ ബി ജെ പിക്കുണ്ട്. അത് കുറെയൊക്കെ അവർ വിജയിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. നഗരസഭാ ഭരണം 2ാം തവണയും കിട്ടിയതോടുകൂടി ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ 28 അംഗങ്ങൾ മതി എന്ന ഒരു തീരുമാനം ഞങ്ങൾ നടപ്പാക്കും, അതിൽ പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ല എന്ന വാദമാണ് ഇന്ന് ചെയർപേഴ്സൺ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതവിടെ അജണ്ട അവിടെ അവതരിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. പാസാക്കി എന്നൊക്കെ പറഞ്ഞു. പാസാക്കിയതിന്റെ രേഖകളില്ല. നിതിൻ കണിച്ചേരി, നിങ്ങൾ എങ്ങനെയാണ്, ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ളവർക്കും കൂടി സംസാരിക്കാൻ അവസരം തരൂ. നിതിൻ കണിച്ചേരി, എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ തടയാൻ പോകുന്നത്? 4 പേർക്ക് കൊടുക്കുന്ന സമയത്തിന്റെ ഇരട്ടി എനിക്ക് ബാക്കിയുള്ളവർക്ക് പോയിട്ടേ ഇല്ല. ഉല്ലാസ് ബാബുവിന്റെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അറിയാം എത്രത്തോളം ജനാധിപത്യ വിരുദ്ധവും എത്രത്തോളം ഫാസിസ്റ്റ് സമീപനവുമാണ് RSS പുലർത്തുന്നതെന്ന്. ഉല്ലാസ് ബാബുവിൻ്റെ ചർച്ച കേട്ടാൽ അറിയാം. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താ? പൊതു നന്മ ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു നൈപുണ്യ വികസന കേന്ദ്രം ബഡ് സെൻറ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്ന സ്ഥാപനത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായോ ഇന്ത്യൻ ചരിത്രത്തിൽ ജനകീയമായ ഏതെങ്കിലും മുന്നേറ്റത്തിൻ്റെ ഭാഗമായോ ഇനി അതല്ല ഭിന്നശേഷി കുട്ടികളുടെയോ അതുപോലെ നമ്മുടെ സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ദുർബല ജനവിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയോ ഏതെങ്കിലും നിലയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരാളല്ല ഈ പറയുന്ന ഹെഡ്ഗേവാർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഉന്നത പദവിയിൽ രാഷ്ട്രപതിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ പോട്ടെ ഒരു MP-യുടെയോ ഒന്നും സ്ഥാനമലങ്കരിച്ചിട്ടുള്ള ഒരു പൊതുവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല ഹെഡ്ഗേവാർ. അങ്ങനെയുള്ള ഒരു RSSകാരനായ പലപ്പോഴും നേരത്തെ ഇവിടെ ഷിനാസ് അദ്ദേഹം പറഞ്ഞതുപോലെ ചരിത്രാധ്യാപകൻ കൂടിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അങ്ങേയറ്റം ഒറ്റുകൊടുക്കുകയും കഴിയാവുന്ന അവസരങ്ങളിലെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുരങ്കം വയ്ക്കുകയും ഇന്ന് ഇന്ത്യ എന്ന് ഞാനും നിങ്ങളുമെല്ലാം അഭിമാനം കൊള്ളുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയതയിൽ ഒരു നിലയിലുള്ള പങ്കുമില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ദേശീയ പതാക പോലും അംഗീകരിക്കാത്ത ഒരു RSSൻ്റെ നേതാവിൻ്റെ പേര് ഇത്തരത്തിൽ ഒരു പൊതു ഇടത്തിന് നൽകുന്നത് ഉചിതമാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിനകത്ത് വലിയ ഹെഡ്ഗേവാറിനെ പോലെയുള്ള ഒരാൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സ്മാരകം ഉണ്ടാക്കണമെങ്കിൽ RSSകാരൻ 10 രൂപയോ 20 രൂപയോ 100 രൂപയോ പിരിച്ചെടുത്ത് പാലക്കാട്ടൊരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? BJPയുടെ ഏതെങ്കിലും ആഫീസിന് പേര് കൊടുക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഉല്ലാസ് ബാബു പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അങ്ങനെ RSSനോ BJPക്കോ നാട്ടുകാർ പൈസ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിച്ചുണ്ടാക്കിയൊരു സ്ഥാപനത്തിൻ്റെ പേരിട്ടോ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പൊതു ഫണ്ട് ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് CSR ഫണ്ട് ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനത്തിന് മഹാന്മാരുടെ പേരെല്ലാം നമ്മുടെ നാടുകൾ ഇടാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നവരുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി വലിയ രൂപത്തിൽ ജീവത്യാഗം ചെയ്തവരുടെ, രക്തസാക്ഷികളുടെ എല്ലാം പേര് പലയിടങ്ങളിൽ നമുക്ക് രാജ്യത്തിനകത്താകെ നമുക്ക് നോക്കിയാൽ കാണുന്നതിന് വേണ്ടി കഴിയും. ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ഒരാളുടെ പേര് കൊടുക്കാൻ. ഇനി നോക്കൂ, ഉല്ലാസ് ബാബു ഇന്നിവിടെ അജണ്ടയുടെയൊക്കെ നോട്ടൊക്കെ വായിച്ചു. ഇന്നത്തെ 41 അജണ്ടകൾ അംഗീകരിച്ച് രേഖാമൂലം കൗൺസിലർമാർക്ക് വിതരണം ചെയ്ത് ഇന്ന് കൂടിയ കൗൺസിലിൻ്റെ രേഖയാണ് ഉല്ലാസ് ബാബു ഇവിടെ വായിച്ചത്. എന്നാൽ ഈ ഹെഡ്ഗേവാറിൻ്റെ പേരിടാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? ഏതാണ്ട് 15-20 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നഗരത്തിൽ വളരെ രഹസ്യമായി എന്ന രൂപത്തിൽ ഇതിൻ്റെ ഫയൽ വരുന്ന ഏതാണ്ട് 1.5 വർഷം മുമ്പാണ്. ഈ ബഡ് സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉല്ലാസ് ബാബുവിന് ആ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും ആദ്യം ഒരു ആയുർവേദ ആശുപത്രി എന്നുള്ള നിലയിലാണ് പ്രപ്പോസൽ വന്നത്. പിന്നീടാണ് അത് മാറ്റി ബഡ് സ്കൂൾ എന്ന നിലയിലേക്ക് വരുന്നത്. പിന്നീട് അതൊരു നൈപുണ്യ വികസന കേന്ദ്രം എന്ന നിലയിൽ 1.5 കോടി രൂപയുടെ ഫണ്ട് CSR ഇനിഷ്യേറ്റീവ് ചെയ്ത കമ്പനി അവരൊരു സമർപ്പിക്കുന്നു. അതിന് മുനിസിപ്പാലിറ്റി അംഗീകാരം കൊടുക്കുന്നു. ആ സ്ഥലം വൃത്തിയാക്കുന്നു. നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. ഈ ഘട്ടത്തിലൊന്നും അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നുണ്ട്, അതിനിടയിൽ കൗൺസിൽ ചേരുന്നുണ്ട്, കൗൺസിലർമാർ തമ്മിലുള്ള പരസ്പരം ആശയവിനിമയം നടക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഈ ഹെഡ്ഗേവാറിൻ്റെ പേര് ആരും അവിടെ പറയുന്നില്ല. ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം കൗൺസിലർമാർക്കുള്ള ഒരു ക്ഷണക്കത്ത് വരുമ്പോഴാണ്, ആ ക്ഷണക്കത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ കൗൺസിലർമാർ അംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ ഹെഡ്ഗേവാറിൻ്റെ പേരിലുള്ള നൈപുണ്യ വികസന കേന്ദ്രം അതിൻ്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ നടത്തുന്നു എന്ന് വരുമ്പോഴാണ് ഇത് പുറത്തറിയുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ, ഇതാണ് ഉല്ലാസ് ബാബുവിന് പോലും RSSകാർക്ക് പോലും ഹെഡ്ഗേവാറിൻ്റെ പേര് പരസ്യമായി പറഞ്ഞിടാൻ ധൈര്യമില്ല.
അങ്ങനെ ഒരു തറക്കല്ലിടൽ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. സ്വാഭാവികമായും പാലക്കാട്ട് ഹെഡ്ഗേവാറിനെ കുറിച്ച് തിരിച്ചറിയുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടം തിരിച്ചറിയുന്ന ആളുകൾ അതിനെതിരായി പ്രതിഷേധവുമായി വരുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുന്നു. ഈ പ്രതിഷേധമുണ്ടായപ്പോഴാണ് ഇതൊരു ചർച്ചയായി പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 20-25 ദിവസമാകുന്നു. അപ്പോഴാണ് കൗൺസിൽ, ആദ്യം നഗരസഭാ ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ, ഞാനിതിന് മുൻകൂർ അനുമതി നൽകിയിട്ടുണ്ട്. ആ മുൻകൂർ അനുമതിയെ സംബന്ധിച്ച് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു മുൻകൂർ അനുമതിയില്ല. അതിനുശേഷമാണ് ഇന്ന് 29 ചേർന്ന കൗൺസിലിൻ്റെ അജണ്ടയിൽ നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ RSS അല്ലെങ്കിൽ BJPയുടെ ഭരണ സംവിധാനം ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത്. പോട്ടെ, 28 കൗൺസിലർമാരുള്ളത് കൊണ്ട് ഒരുപക്ഷെ പാലക്കാട് മുനിസിപ്പാലിറ്റി ആദ്യമായിട്ടല്ല ഈ വിഷയത്തിലല്ല, ഇതിനു മുമ്പുമൊക്കെ BJPക്കാർ തമ്മിലുള്ള കയ്യാങ്കളി ഒരുപാട് ഉല്ലാസ് ബാബു ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല, TV ഇല്ലാത്തത് കൊണ്ട്. BJPക്കാർ തമ്മിലുള്ള ചെയർപേഴ്സണും പഴയ ചെയർപേഴ്സണും ഇപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയാൻ പറ്റാത്ത പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ BJPയുടെ ഏറ്റവും മുതിർന്ന ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം കൗൺസിൽ അംഗമായി അവിടെ കൗൺസിൽ നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങളും ഒക്കെ അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള കയ്യാങ്കളിയും പ്രശ്നങ്ങളും ഒക്കെ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെയും നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്നുണ്ടായ സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒളിച്ചു കടത്തൽ BJPയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. 28 കൗൺസിലർമാരുള്ളത് കൊണ്ട് ഇത്തരം കയ്യാങ്കളി ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണം, ചെയർപേഴ്സൺ എണീറ്റ് പറഞ്ഞാൽ മതി ഓൾ പാസ് എന്ന് പറഞ്ഞ് ആ ഓൾ പാസിൻ്റെ മറവിൽ ഇതിനെ മുഴുവൻ. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? നിങ്ങൾക്കൊരു ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഉല്ലാസ് ബാബുവിനെ പോലെയുള്ള RSSകാർ എല്ലായിടത്തും എടുക്കുന്ന സമീപനം, അവർക്ക് ഡിബേറ്റ് ചെയ്യാൻ കഴിയാത്ത ഘട്ടങ്ങളിലെല്ലാം വലിയ ശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കി അതിനെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാവരുത്. ഹെഡ്ഗേവാറിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ഉല്ലാസ് ബാബു എന്തിനാ പേടിക്കുന്നത്? ആരാണ് ഹെഡ്ഗേവാർ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടന്ന് ഊർജം കളയലല്ല ഇന്ത്യക്കാർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഹെഡ്ഗേവാറിനെ കുറിച്ചും MS ഗോൾവാർക്കറെ കുറിച്ചും RSSകാരെ കുറിച്ചും ചർച്ച ചെയ്യട്ടെ. 1925 ഉണ്ടാകുകയും പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏതാണ്ട് 10-22 വർഷക്കാലം RSSന് ഏതെങ്കിലും നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടോ? ഇപ്പോൾ ഉല്ലാസ് ബാബു ഇവിടെ ആദ്യം പറഞ്ഞു ഹെഡ്ഗേവാർ ജയിലിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കാളിയായിട്ടുണ്ടോ എന്ന്. RSS ഏതെങ്കിലും നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ? വഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ RSS ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? അതും ഉല്ലാസ് ബാബു അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ ഏറ്റവും അവസാനം ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഴയ നേതാക്കളെ RSS ഏറ്റെടുക്കുകയാണ്. സർദാർ വല്ലഭായി പട്ടേലിനെ, പാലക്കാടാണെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരെ, പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതിയാണെങ്കിൽ എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ, പോകാൻ പറ്റുന്നവർ മുഴുവൻ RSSലേക്ക് പോയതോടുകൂടി ഇനി ജീവിച്ചിരിക്കുന്നവരെ വിട്ട് മരിച്ചുപോയ കോൺഗ്രസ്സുകാരെ എങ്ങനെയെങ്കിലും RSSൻ്റെ പക്കലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ചിലവിൽ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയെങ്കിലും തങ്ങൾക്കൊരു ഇടം പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇത് പാലക്കാട്ടെ ജനത അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ 28 കൗൺസിലർമാരുടെ ഊക്കൊക്കെ ഒരു 4 മാസം കൂടിയേ പാലക്കാട് ഉണ്ടാകൂ എന്നുള്ളത് കൂടി ഉല്ലാസ് ബാബു അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.